ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ പുട്ടാണ് കേട്ടോ. അപ്പോൾ ഓണത്തിൻ്റെ സമയത്തുള്ള പുട്ടുപൊടിൻ്റെ പാക്കറ്റ് നോക്കിയാൽ നല്ല ഭംഗിയില്ലേ കാണാനായിട്ട്. അത് കഴിഞ്ഞപ്പോൾ വീണ്ടും പഴയപടി തന്നെ പാക്കറ്റായി കേട്ടോ. പുട്ടിന് നല്ല ചെറുപയർ കറി ഉണ്ടായിരുന്നു. അപ്പോൾ ഒരു സൈഡിൽ പുട്ടാകുമ്പോഴത്തേക്കും നമ്മുടെ വിറകടുപ്പിലാണെങ്കിൽ വെള്ളം തിളയ്ക്കുന്ന ഒരു സമയമാണ്. കാരണം നമുക്ക് കുടിവെള്ളം അത്യാവശ്യമാണല്ലോ അല്ലേ. അങ്ങനെ ചെറുപയർ കറിയിലൊക്കെ തേങ്ങ കടിച്ച് പാർന്ന് അതിലേക്ക് കറിവേപ്പിലും ചേർത്ത് ചെറിയ ഉള്ളിലൊക്കെ നന്നായിട്ട് വറവ് ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മുടെ പുട്ടൊക്കെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് കുടിവെള്ളത്തിൻ്റെ കാര്യം വിളിച്ചത്. കാരണം ഈ ഒരു കുപ്പി വാങ്ങിയതിന് ശേഷം നന്നായിട്ട് വെള്ളം കുടിക്കുന്നുണ്ട്. അനാവശ്യമായിട്ട് വെള്ളം കുടിക്കുകയില്ല, ആവശ്യത്തിന് നന്നായിട്ട് വെള്ളം കുടിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതെനിക്ക് വളരെ ഉപകാരപ്പെട്ടൊരു കുപ്പിയാണേ. അപ്പോൾ അത് കഴിഞ്ഞ് അമ്മ പറയും എന്നും പത്തിരിയും പുട്ടൊക്കെ തന്നെ ഇല്ല, ഇന്നൊരു വെറൈറ്റി പിടിക്കുമെന്ന് വെച്ചാൽ ഞാൻ വെള്ളപ്പത്തിന് വെള്ളത്തിലിട്ടിട്ടുണ്ടായിരുന്നു നമ്മുടെ പച്ച കേട്ടോ. അപ്പോൾ അമ്മൂരിക്ക് ഭയങ്കര ഇഷ്ടമാണ് വെള്ളപ്പൊക്കെ. അത് കഴിഞ്ഞ് ഇന്നലെ വൈകുന്നേരം ആയപ്പോൾ ഒരു പേരൊക്കെ ഞാൻ അവിടെ കണ്ട് നോക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അത് തിന്നില്ലെങ്കിൽ പിന്നെ ആരെങ്കിലും അത് പറിച്ചോണ്ട് കേട്ടോ. അങ്ങനെ അഖിലേട്ടനെ കൊണ്ട് നേരത്തെ തന്നെ ആ പേരൊക്കെ ഞാൻ പറിക്കാൻ പറഞ്ഞിട്ടോ. സംഭവം കിട്ടില്ല, ഇതിൻ്റെ ഉള്ളിൽ കാണുന്ന പോലെയല്ല, ഭയങ്കര ചോപ്പ് നിറയട്ടെ, നല്ല മധുരമാണ്. അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് റെഡി, അമ്മുക്കുട്ടിയെ കൊണ്ടുപോകാനുള്ളതൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ അമ്മുക്കുട്ടി റെഡി ആവാനായിട്ട് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവൾ റെഡിയായി, ഞാൻ അമ്മുക്കുട്ടിനെ കൊണ്ടാക്കാൻ വേണ്ടി പോവാണ്. ആദ്യക്കുട്ടിനെ കാണാതെ വേണം പോകാനായിട്ട്, കാരണം അവനെ കണ്ടാൽ പിന്നെ എൻ്റെ പൊക്ക് നടക്കില്ല കേട്ടോ. അപ്പോൾ അവനെ സ്കൂൾ ബസ് കയറ്റി വിട്ടിട്ട് ഞാൻ നേരെ പോയത് പറമ്പിലേക്കാണ്. അവിടെ ഒരു കർമൂസ, അതായത് പപ്പായ പറിക്കാൻ വേണ്ടി പോയതാണ്. ഇന്നിപ്പോൾ കറി പപ്പായാണ് കേട്ടോ. അങ്ങനെ അതൊക്കെ മുറിച്ച് ഞാൻ ആദ്യക്കൂടെ കുളിപ്പിച്ച് ഉറക്കാൻ വേണ്ടി പോവുകയാണെ. അങ്ങനെ അവനെ ഉറക്കി വരുമ്പോഴത്തേക്കും നമ്മുടെ ഫുഡൊക്കെ റെഡി ആയിട്ടുണ്ടായിരുന്നു. നല്ല സൂത പൊരിച്ചുണ്ടായിരുന്നു. അതുപോലെ തന്നെ നല്ല എന്താ പറയുക ഒരുപാട് വിഭവങ്ങളൊന്നുണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാം കൂട്ടി ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആദ്യക്കൂട്ടൻ ഉറങ്ങി എണീച്ചതിന് മുന്നേ എൻ്റെ ഭക്ഷണം കഴിക്കലും എല്ലാം കഴിയണം കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ടാറ്റാ ബൈ ബൈ, സീ യു.